ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷിബിത സജീവ്. വളരെ ടേസ്റ്റോടെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു എഗ്ഗ് കുറുമയുടെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. വീഡിയോയിലേക്ക് പോണതിന് മുന്നേ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. കൂടെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിൻ്റെ ഓൾ എന്നും കൂടി ക്ലിക്ക് ചെയ്തെങ്കിലുള്ളൂ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഈ ഒരു എഗ്ഗ് കുറുമ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ 15 അണ്ടിപ്പരിപ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് സോക്ക് ചെയ്തെടുത്തതിന് ശേഷം നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. ഇനി നമുക്ക് തേങ്ങാപ്പാൽ വേണം. വെള്ളം ചേർത്ത് തന്നെയാണ് ഞാനിവിടെ തേങ്ങാപ്പാൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അതിനായിട്ട് ഞാനിവിടെ അരമുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് എഗ്ഗ് കുറുമ ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെക്കാം. പാൻ നല്ലപോലെ ചൂടായി വന്നാൽ ഞാനിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. എണ്ണ നന്നായി ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഞാനിതിലേക്ക് 3 ഏലക്കായും 3 ചെറിയ കഷ്ണം കറുകപ്പട്ടയും 4 ഗ്രാമ്പുവും ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് ചൂടാക്കിയെടുക്കണം. അതിനുശേഷം ഞാനിതിലേക്ക് 3 സവാള നീളത്തിൽ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് സവാള നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ഞാൻ സവാള വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 8-10 വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയുടെ കൂടെ നമുക്കൊരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് 2 പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്നവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ഒന്നായി വന്നാൽ നമുക്കിതിലേക്ക് ഒരു മീഡിയം വലുപ്പത്തിലുള്ള തക്കാളി ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് തക്കാളി ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. തക്കാളി ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കുകയാണ്. പൊടികളെല്ലാം നന്നായി ഒന്ന് ചൂടായി വരുന്നവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇവിടെ പൊടികളെല്ലാം നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാലിൻ്റെ കൂടെ നമുക്കിതിലേക്ക് അരച്ചു വെച്ച അണ്ടിപ്പരിപ്പും ചേർത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ചേർത്തതിന് ശേഷം നമുക്കിതെല്ലാം ഒന്ന് മിക്സാക്കി എടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് മിക്സാക്കി എടുക്കാനായിട്ട്. തേങ്ങാപ്പാൽ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഇത് പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് തന്നെ ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് ഇതിൽ ഉപ്പ് കുറവാണെങ്കിൽ നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ നന്നായി ഒന്ന് ചൂടായി വരുന്ന സമയത്താണ് നമുക്കിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കേണ്ടത്. ഇവിടെ ഇപ്പോൾ തേങ്ങാപ്പാൽ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട ചേർത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചതും ചേർത്ത് കൊടുക്കാം. പെരുംജീരകത്തിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് 4 പച്ചമുളക് കീറിയതും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം മുട്ട ഉടയാതെ തന്നെ നമുക്കിതൊന്ന് മിക്സാക്കി എടുക്കാം. മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിലൂടെ കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും ഇട്ട് കൊടുക്കാം. ദോശയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു എഗ്ഗ് കുറുമയാണിത്. എന്തായാലും വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ഒപ്പം ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നവരെ ഇന്നിവിടെ പറഞ്ഞു പോകുന്നത് ഷിബിത സജീവ്. താങ്ക് യു.